എല്ലാവർക്കും നമസ്കാരം. തനതിടം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വെള്ളരി കൃഷിയിലെ വളപ്രയോഗവും കീടനിയന്ത്രണവും. വീഡിയോ കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൃഷി ഇഷ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക. വേനൽക്കാലത്ത് കൃഷി ചെയ്താൽ നന്നായി വിളവ് ലഭിക്കുന്ന ഒരു പച്ചക്കറി ഇനമാണ് വെള്ളരി. ഒട്ടുമിക്ക ആളുകളും ഇപ്പോൾ വെള്ളരി നട്ടിട്ടുണ്ടാവണം. വിഷുവല്ലേ വരുന്നത്. വിഷു എന്ന് കേൾക്കുമ്പോൾ കണിയൊരുക്കമാവും എല്ലാവരും ആദ്യം ഓർക്കുന്നത്. കണിയൊരുക്കത്തിൽ പ്രധാനിയാണല്ലോ കണിവെള്ളരി. അതും നമ്മൾ തന്നെ നട്ടു വളർത്തിയതായാലോ. നിലത്തും ഗ്രോ ബാഗിലും വെള്ളരി നടാവുന്നതാണ്. നന്നായി നന ഇഷ്ടപ്പെടുന്ന ഒരു വിളയാണ് വെള്ളരി. നല്ല ജലസേചന സൗകര്യം ഉണ്ടായിരിക്കണം. നിലത്താണ് നടുന്നതെങ്കിൽ 1.5 അടി വ്യാസവും ആഴവും ഉള്ള തടങ്ങളെടുത്ത് അതിലേക്ക് 2 കിലോയിലധികം ചാണകപ്പൊടി അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പോസ്റ്റ് വളമോ കുറച്ച് ചാരവും കുറച്ച് എല്ലുപൊടി എന്നിവ ചേർത്ത് തടങ്ങൾ ഒരുക്കാം. ഇതിലേക്ക് 3-4 വിത്തുകൾ നട്ടുകൊടുക്കാം. ചെടികൾ തമ്മിൽ 2 മീറ്റർ ഇടയകലം കൊടുക്കുന്നത് നന്നായിരിക്കും. ആദ്യമേ തന്നെ മണ്ണിൽ കുമ്മായം ചേർത്ത് പുളിരസം മാറ്റിയതിന് ശേഷം വേണം കൃഷി ചെയ്യാൻ. ഗ്രോ ബാഗിലാണ് നടുന്നതെങ്കിൽ മേൽമണ്ണ്, ചകിരിച്ചോറ്, ചാണകപ്പൊടി എന്നിവ തുല്യ അളവിലെടുത്ത് ഇതിലേക്ക് കുറച്ച് വേപ്പിൻ പിണ്ണാക്കും ചാരവും കൂടി ചേർത്ത് ഗ്രോ ബാഗുകൾ നിറച്ചു കൊടുക്കാം. നല്ല ഇനം വിത്ത് വേണം നടാനായി തിരഞ്ഞെടുക്കാൻ. സൗഭാഗ്യ, അരുണിമ ഇവയൊക്കെ നല്ല ഇനങ്ങളാണ്. ഗ്രോ ബാഗിൽ ഒരു തൈ വീതം നട്ടാൽ മതി. ആദ്യം മുതലേ വളങ്ങൾ ശരിയായ രീതിയിൽ കൊടുത്താൽ ചെടികൾ നല്ല ആരോഗ്യത്തോടെ വളരുകയും രോഗപ്രതിരോധ ശക്തി ഉണ്ടായിരിക്കുകയും ചെയ്യും. 2 ആഴ്ചയിലൊരിക്കൽ വളപ്രയോഗം നടത്തണം. ആട്ടിൻ കാഷ്ടമോ ചാണകപ്പൊടിയോ ജൈവസ്ലറിയോ അങ്ങനെ ഏതെങ്കിലും വളം കൊടുത്താൽ മതി. വള്ളി വീശി പൂവിട്ട് തുടങ്ങുമ്പോൾ വളപ്രയോഗം നിർബന്ധമാണ്. ആഴ്ചയിലൊരിക്കൽ പച്ചച്ചാണകം പുളിപ്പിച്ച് നേർപ്പിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ 2 ആഴ്ചയിലൊരിക്കൽ സുഡോമോണസ് തളിച്ചു കൊടുക്കണം. വെള്ളരിയിൽ പ്രധാനമായും കാണാറുള്ളതാണ് മത്തൻ വണ്ടിൻ്റെ ആക്രമണം. ഇതിൻ്റെ പുഴുക്കൾ തണ്ട് തുളച്ചകത്ത് കയറി നീരൂറ്റി കുടിക്കുന്നത് മൂലം ചെടികൾ ഉണങ്ങിപ്പോകുന്നു. 20 ഗ്രാം ബിവേറിയ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തടത്തിൽ തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. മത്തൻ വണ്ടിൻ്റെ ലാർവ മണ്ണിലുണ്ടെങ്കിൽ അവയെ നശിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു. കായീച്ചയാണ് അടുത്തത്. മഞ്ഞക്കെണിയോ തുളസിക്കെണിയോ ഉപയോഗിച്ച് കായീച്ചയെ നിയന്ത്രിക്കാം. പുഴുവിൻ്റെ ആക്രമണം ഉണ്ടായാൽ ബിവേറിയ അല്ലെങ്കിൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ആഴ്ചയിലൊരിക്കൽ തളിച്ചു കൊടുക്കാം. കായുണ്ടാകുമ്പോൾ കവറോ പേപ്പറോ ഉപയോഗിച്ച് കായ്കളെ പൊതിഞ്ഞ് സൂക്ഷിക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.